فلا يلزم السند القطعي പരിപൂർണമായി 100% സനദ് ആവശ്യമില്ല. لتشخيص ذات الشعر وتعيينه നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണ് ഈ ശഅർ എന്നത് നിർണയിക്കാൻ ആവശ്യമില്ല. بل يكفي لا يكون هناك دليل قاطع بخلافه. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതല്ല എന്നതിന് 100% തെളിവ് ഇല്ലാതിരുന്നാൽ മതി എന്നാണ് അവർ രേഖപ്പെടുത്തിയത്. എന്നിട്ട് അതിനുശേഷം പറയാണ്ടില്ല അന്നമാ യതലഖാഹു الناس وما قبلته الامه ورضيت به يكون في حكم نوع من الحجه. ഈ മുസ്ലിം സമൂഹത്തിലുള്ള അംഗീകരിക്കപ്പെടുന്ന ആളുകൾ അവരത് സ്വീകരിച്ചു വരുന്നു, അവരത് കൈകാര്യം ചെയ്തു വരുന്നു, അവരത് തൃപ്തിപ്പെട്ടു വരുന്നു എന്നത് തന്നെ അത് തെളിവാണ്. അതിനപ്പുറം ഒരു ഖത്ഇയായ തെളിവ് ആവശ്യമില്ല എന്ന് ആ ഗ്രന്ഥത്തിൽ തന്നെ വിശദീകരിച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, അതുകൊണ്ട് തെറ്റിദ്ധാരണയുള്ള ആളുകളുണ്ടെങ്കിൽ അവർ തെറ്റിദ്ധാരണ തിരുത്തി അവർ നന്നാകാൻ വേണ്ടി ശ്രമിക്കണം. അല്ലാഹു എല്ലാവരെയും നന്നാക്കുമാറാകട്ടെ. മാനവികത ഉണരേണ്ടതുണ്ട്, മാനവികത ഉണരേണ്ടതുണ്ട്. തെളിവുകളും അതുപോലെ തന്നെ ചീത്ത പറയലും പരിഹസിക്കലും ഭീഷണിപ്പെടുത്തലും ആരോപണം പറയലും ചീത്ത പറയലും എല്ലാം മൃഗീയതയാണ്. ആ മൃഗീയതയിൽ നിന്ന് മാനവികതയിലേക്ക് മനുഷ്യൻ ഉണരേണ്ടതുണ്ട്, വളരേണ്ടതുണ്ട്. മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ലാ തജ്ലിസൂ ഇൻദ കുല്ലി ആലിമിൻ. എല്ലാ പണ്ഡിതന്മാരെ സംസദത്തിൽ നിങ്ങൾ ഇരിക്കരുത്, നിങ്ങൾ പണ്ഡിതന്മാരെ തെരഞ്ഞെടുക്കേണ്ടതുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തജ്ലിസൂ ഇൻദ കുല്ലി ആലിമിൻ ഇല്ലാ ഇലാ ആലിമിൻ യദൂകും മിൻ ഖംസിൻ ഇലാ ഖംസിൻ. 5 കാര്യങ്ങളിൽ മറ്റൊരു 5 കാര്യത്തിലേക്ക് ക്ഷണിക്കുന്ന പണ്ഡിതന്മാരുടെ സദസ്സുകളിലേ നിങ്ങൾ പോയിരിക്കാവൂ. അതെന്താണ്? മിനശ്ശക്കി ഇലൽ യഖീൻ. സംശയത്തിൽ നിന്ന് ഉറപ്പിലേക്ക് ക്ഷണിക്കുന്ന പണ്ഡിതനായിരിക്കണം. മുസ്ലിം ഉമ്മത്ത് വിശ്വസിച്ചു വരുന്നതിൽ സംശയമുണ്ടാക്കുന്ന പണ്ഡിതന്റെ സദസ്സിലിരിക്കാൻ പാടില്ല. സംശയത്തിൽ നിന്ന് ഉറപ്പിലേക്ക് ക്ഷണിക്കുന്ന പണ്ഡിതനായിരിക്കണം. വമിനൽ കിബ്രി ഇലൽ തവാദുഇ. അഹങ്കാരത്തിൽ നിന്ന് താഴ്വരയിലേക്ക് ക്ഷണിക്കുന്ന പണ്ഡിതനായിരിക്കണം. വമിനൽ റഗ്ബത്തി ഇലൽ സുഹദി. ഭൗതിക താല്പര്യത്തിൽ നിന്ന് സുഹദിലേക്ക് അതാ ക്ഷണിക്കുന്ന പണ്ഡിതനായിരിക്കണം. വമിനൽ ബുഗ്ളി ഇലൽ സബ്രി വസ്സമാഹതി. പരസ്പരം കോപിക്കുകയും വെറുക്കുകയും ചെയ്യുന്നതിൽ നിന്ന് ക്ഷമിക്കുകയും വിട്ടുവീഴ്ചയും ചെയ്യുന്ന ആശയത്തിലേക്ക് വിളിക്കുന്ന പണ്ഡിതന്മാരായിരിക്കണം. വമിനൽ അദാവത്തി ഇലൻ നസീഹതി. ശത്രുത ഉണ്ടാക്കുന്ന ആശയത്തിൽ നിന്ന് എല്ലാവർക്കും നന്മ ഉദ്ദേശിക്കുന്ന ആശയത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന പണ്ഡിതന്മാരുടെ സദസ്സിലല്ലാതെ ഇരിക്കരുതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശം ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹമീദ് ഗസാലി റളിയല്ലാഹു അൻഹു ആത്മീയ ഉപദേശം നൽകുന്ന സ്ഥലത്ത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്തുന്നു. ഇവിടെ മഹാനായ സബാഹി ഇബ്രാഹിം അടക്കമുള്ള, അതുപോലെ തന്നെ ബഗ്ദാദി അടക്കമുള്ള ഔസുൽ ആലം മഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ ദിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, മഹാന്മാരുടെ സന്താന പരമ്പരയിൽപ്പെട്ട മഹാന്മാർ ഇവിടെ പങ്കെടുത്തു. അതുപോലെ അൻസാരി ഗോത്രത്തിൽപ്പെട്ട ശൈഖ് ഖസ്നജി അവരും അതുപോലെ വേറെയും പല പണ്ഡിതന്മാരും വിദേശത്ത് നിന്ന് പങ്കെടുത്തു. നമ്മുടെ രാജ്യം, നമ്മുടെ നാട്ടിലുള്ള സാദാത്തുക്കളും ആലിമീങ്ങളും ഉസ്താദുമാരും മുഅ്മിനീങ്ങൾക്കും പുറമെ അങ്ങനെ ഹക്ക് ഹക്കായി തുറന്നു പറഞ്ഞതിന് ശേഷം അവരോട് അസൂയ വെക്കുന്ന ജനങ്ങൾ, അസൂയ വെക്കുന്ന പണ്ഡിതന്മാർ, അസൂയ വെക്കുന്ന കക്ഷികൾ അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കിയാൽ അവർ അതിൽ മൗനം ദീക്ഷിക്കും. അതിൽ പ്രധാനിയായ മഹാനായ സയ്യിദുനാ മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹു പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ആശയം പഠിച്ച് പ്രചരിപ്പിക്കുന്നതിൽ അങ്ങേയറ്റം ആത്മാർത്ഥത പ്രകടിപ്പിച്ചു. ഞാനാണ് പഠിപ്പിച്ചത് ആരും അറിയേണ്ടതില്ല, പക്ഷേ അല്ലാഹുവേ എന്റെ ഇൽമ് ആഖിറു സമാൻ വരെ നീ എത്തിച്ചു കൊടുക്കണം എന്നിവരെ മഹാനവറുകൾ പറഞ്ഞ അത്രയും ഇഖ്ലാസുള്ള മഹാൻ. ആ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ ആരോപണം ഉന്നയിച്ചു. ഭരണത്തിനെതിരാണ്, ഗവൺമെന്റിനെതിരാണ് പല ആരോപണങ്ങളും ഉന്നയിച്ചു. അതിൽ നിന്നെല്ലാം ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു മുക്തനായി ഭരണാധികാരികളുടെ തെറ്റിദ്ധാരണകൾ തിരുത്തപ്പെടുകയും അവർ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു സമ്മാനം കൊടുക്കുകയും ചെയ്തപ്പോൾ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു അസൂയ വെച്ച ഒരു കൂട്ടം പണ്ഡിതന്മാരാണ്, പക്ഷേ അസൂയ എന്ന രോഗം അവരെ പിടികൂടിപ്പോയി. ആ കാരണത്താൽ
ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ തെറി പറഞ്ഞു നടക്കാൻ തുടങ്ങി. അങ്ങനെ തെറി പറഞ്ഞ ഒരു സ്ഥലത്ത് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ചെന്നപ്പോൾ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു തെറിക്ക് പകരം തെറി പറഞ്ഞില്ല. അവർക്ക് ഒരു മറുപടിയും പറഞ്ഞില്ല, മൗനം വീക്ഷിച്ചു. അപ്പോൾ പലരും ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിങ്ങളെന്തേ അതേ നാണയത്തിൽ തിരിച്ചടിക്കാത്തത്? അതിന് മഹാനവറുകൾ പറഞ്ഞൊരു മറുപടിയുണ്ട്. ഖാലൂ സകത്ത വഖദ് ഹൂസിൻത ഖുൽതു ലഹും ഇന്നൽ ജവാബ ലിദാ ബിശ്ശർരി മിഫ്താഹു. പലരും പറയുന്നു, നിങ്ങളെന്തേ മൗനിയാകുന്നത്, നിങ്ങളെന്തേ മറുപടി പറയാത്തത്? ഞാൻ അവരോട് പറഞ്ഞു, ഇത്തരക്കാർക്ക് മറുപടി പറയുന്നത് നാശത്തിന്റെ വാതിലിന്റെ താക്കോലാണ്. അതുകൊണ്ട് വസ്സുംതു അൻ ജാഹിലിൻ ഔ അഹ്മഖിൻ ശറഫു വഫീഹി അയ്വൻ ലിസൗനിൽ ഇർളി ഇസ്ലാഹു. വിവരമില്ലാത്തവർക്ക് മറുപടി പറയാതിരിക്കൽ, അൻ ജാഹിലിൻ ഔ അഹ്മഖിൻ, അല്ലെങ്കിൽ വിവരം ഉണ്ട് പക്ഷേ അതാ വിവരം പ്രകടിപ്പിക്കാൻ കഴിയാത്ത വിധത്തിൽ അഹ്മഖായി പോയി, അങ്ങനെയുള്ള ആളുകൾക്ക് മറുപടി പറയാതിരിക്കൽ. ചെറിയൊരു ഉദാഹരണം, എന്റെ കയ്യിൽ നോക്കിയന്റെ മൊബൈൽ ഫോൺ. ഈ മൊബൈൽ ഫോൺ ഒറിജിനൽ അല്ല എന്നൊരാൾ വാദിക്കുന്നു. ഒറിജിനൽ അല്ല ഈ മൊബൈൽ ഫോൺ എന്നൊരാൾ വാദിക്കുന്നു. അയാൾ തെളിയിക്കാൻ വേണ്ടി ചെയ്യുന്നത് എന്താണെന്നറിയോ? അയാളുടെ കയ്യിലുള്ള ഒരു ഫോണ് പരിശോധനയ്ക്ക് വെക്കുന്നു. അയാളുടെ കയ്യിലുള്ള ടെലിഫോൺ പരിശോധിച്ചാൽ എന്റെ കയ്യിലെ ഫോൺ ഒറിജിനലാണോ അല്ലേ എന്ന് തെളിയോ? ഇതാണ് അഹ്മദ് എന്ന് പറഞ്ഞത്. സഹോദരന്മാരെ, അറിവില്ലാത്തവരും അറിവുണ്ടെങ്കിലും അത് കൊണ്ടു നടക്കാൻ കഴിയാത്തവരുമായ ആളുകൾക്ക് മറുപടി പറയാതിരിക്കുന്നതൊരു ബഹുമാനമാണ്. എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു, വസ്വംതു അൻ ജാഹിലിൻ ഔ അഹ്മഖിൻ ശറഫു വഫീഹി അയ്ദൻ ലിസൗലിൻ മിർളി ഇസ്ലാഹു. ഈ മുസ്ലിം ഉമ്മത്തിന് അഭിമാനമുണ്ട്. ഈ മുസ്ലിം ഉമ്മത്തിന്റെ അഭിമാനം കാത്തു സൂക്ഷിക്കേണ്ടത് പണ്ഡിതന്മാരാണ്. അവരാണല്ലോ ഈ ഉമ്മത്തിന്റെ കാവൽക്കാർ. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തെറി പറയുകയും ചീത്ത പറയുകയും നിസ്സാരപ്പെടുത്തുകയും ഇൻസൾട്ടാക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന അവസ്ഥാവിശേഷം അങ്ങാടികളിൽ മുഴുവനും നടന്നാൽ അതിന്റെ പേരിൽ മുസ്ലിം സമുദായത്തിന്റെ അഭിമാനം ചോദ്യം ചെയ്യപ്പെടും. മുസ്ലിം സമുദായത്തിന്റെ അഭിമാനത്തിന് ക്ഷതം വരും. അത് അപ്പുറത്തേക്കുന്നവർക്കും എപ്പുറത്തേക്കുന്നവർക്കും സംഭവിക്കും. അതിനാൽ ഈ ഉമ്മത്തിന്റെ വക്താക്കളായ പണ്ഡിതന്മാരുടെ അഭിമാനം കാത്തു സൂക്ഷിക്കാൻ വില കുറഞ്ഞ വിമർശനങ്ങൾക്ക് മറുപടി പറയാതിരിക്കൽ ആവശ്യമാണെന്ന് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നു. എന്നിട്ട് മഹാനവറുകൾ അതാ ആവേശമുള്ള അണികൾക്ക് തൃപ്തി വരാൻ വേണ്ടി ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു. ലോകത്ത് രണ്ട് ജീവികളെ നിങ്ങൾ കാണുന്നില്ലേ? ഒരു ജീവി തൊട്ടാൽ 7 പ്രാവശ്യം കണ്ട ജീവിയാണ്. അതേസമയത്ത് മറ്റൊരു ജീവി അതാ വലിയ രാജാവായി നിൽക്കുന്ന ജീവിയാണ്. ഒന്ന് സിംഹമാണ്, മറ്റൊന്ന് ഐനുന്നജസാണ്. ഐനുന്നജസായ ആ ജീവി ആരെ കണ്ടാലും കുരച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഒരാളെ മുമ്പിലും ഒരു വിലയുമില്ല. മിണ്ടാതിരിക്കുന്ന സിംഹത്തെ ഭയപ്പെടാത്തവരില്ല. അതുകൊണ്ട് മിണ്ടാതിരിക്കുന്ന സിംഹത്തിന്റെ വഴിയാണോ ഞാൻ സ്വീകരിക്കേണ്ടത്? അല്ല, അതേ കുരച്ചുകൊണ്ടിരിക്കുന്ന ജീവിയുടെ വഴിയാണോ സ്വീകരിക്കേണ്ടതെന്ന് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ഖിയാമത്തിനാളുകളുള്ള പണ്ഡിതന്മാർക്ക് എങ്ങനെയാണ് ദീനീ പ്രചരണം നടത്തേണ്ടതെന്ന് പഠിപ്പിക്കാൻ വേണ്ടി ചൊല്ലിയ പദ്യം സാന്ദർഭികമായി ഞങ്ങൾ ഉണർത്തി. മഹാനായ അഹ്മദുൽ കബീർ റിഫാഈ റളിയല്ലാഹു അൻഹു കുട്ടിക്കാലത്ത് ഇങ്ങനെ പോകുമ്പോ ശൈഖ് അബ്ദുൽ മലിക് ഖസ്റൂരി തങ്ങളെ കണ്ടപ്പോ അബ്ദുൽ മലിക് ഖസ്റൂരി തങ്ങൾ ഉപദേശിച്ച ഒരു ഉപദേശം കൂടി ശ്രദ്ധയിൽപ്പെടുത്തി നിർത്തട്ടെ. തപ്പാതെ അബ്ദുൽ മലിക് ഖസ്റൂരി താങ്കൾ ചൊല്ലാൻ ഒരാണ്ട് പാർത്തോവർ ഇവണ്ണം അള്ളാടടുപ്പാൻ കരുതിയിട്ട് മൂവാണ്ട് കാലം ചുറ്റി നടന്നോവർ സുൽത്താൻ അഹ്മദുൽ കബീർ റിഫാഈ റളിയല്ലാഹു അൻഹുവിനെ കണ്ടെത്തി മഹാനായ അബ്ദുൽ മലിക് ഖസ്റൂരി തങ്ങളെ കണ്ടപ്പോ പറഞ്ഞൊരു വാക്കുണ്ട്, മുൽതഫിതുൽ ലാ യസിൽ, തിരിഞ്ഞു നോക്കുന്നവൻ എത്തിച്ചേരൂല. അതേ 10,000-കണക്കിന്
ശിഷ്യന്മാരുടെ മഹാനായ ശൈഖുന ഖമറുൽ ഉലമാ ഉസ്താദ് അവർക്ക് അതിനകത്തുനിന്ന് ഇൽമു പഠിച്ച ചെറിയ മുതഅല്ലിമീങ്ങളാണ് ഞങ്ങൾ. പറയട്ടെ, അതേ നഹാറുൽ റജാലിബ്നു ഉൻഫുവ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇൽമു പഠിച്ച് അവിടുത്തോടുകൂടെ ഭക്ഷണം കഴിച്ച് പഠിച്ചു പോയതിന് ശേഷം മുസൈലിമത്തുൽ കദ്ദാബ് എന്ന് പറയുന്ന കള്ളനെ കൂടെ കൂടിയിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ കള്ള ആരോപണം പറഞ്ഞിട്ടുണ്ട്. അവൻ റസൂലുള്ളാഹിയിൽ നിന്ന് തിരിഞ്ഞ് അപ്പുറത്തേക്ക് പോയതിനാൽ അവൻ സ്വർഗത്തിലെത്തിച്ചേരൂല. അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് കള്ളം പറഞ്ഞതാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ശിഷ്യനെ വളർന്നതിന് ശേഷം അതുപോലെ പല ചരിത്രങ്ങളുമുണ്ട്. ഓ മുഅ്മിനീങ്ങളെ, അതേ സമയത്ത് ഹിദായത്തിന്റെ വെളിച്ചം കൊടുത്ത ലക്ഷക്കണക്കിന് സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ തന്നെ അവരുടെ ശരീരം സമർപ്പിച്ചുകൊണ്ട് അവരുടെ എന്തും സമർപ്പിച്ചുകൊണ്ട് നബി തങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ഒറ്റപ്പെട്ട നഹാറുയുടെ കാര്യം നോക്കിയിട്ട് മുസ്ലിം ഉമ്മത്ത് തെറ്റിദ്ധരിച്ചിട്ടില്ല. അതുപോലെ സുന്നത്ത് ജമാഅത്തിന്റെ അരിമീകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഭൗതിക താല്പര്യം കണ്ടുകൊണ്ട് ഏതെങ്കിലും വ്യാജ തരീഖത്തിലോ മറ്റോ പെട്ടുപോയവർ പോയി ആരോപണം പറഞ്ഞാൽ ഒഴിച്ചു പോകുന്ന പ്രസ്ഥാനമല്ല സുന്നത്ത് ജമാഅത്തിന്. പ്രത്യേകമായി ഓർമ്മപ്പെടുത്തട്ടെ. ഒന്നുകൂടി പറയുന്നു, തിരിഞ്ഞു നോക്കിയാലും SSF തിരിഞ്ഞു നോക്കിയാലും സുന്നി വിദ്യാഭ്യാസമുള്ള തിരിഞ്ഞു നോക്കിയാലും സുന്നി ജമീയത്തുൽ ഉലമയിൽ തിരിഞ്ഞു നോക്കിയാലും മഹാനായ താജുലുലമ നേതൃത്വം കൊടുക്കുന്ന ജമീയത്തുൽ ഉലമയിൽ തിരിഞ്ഞു നോക്കിയാലും മുൽതഫിത്തുല്ലായ എത്തിച്ചേരൂല. സംശയിപ്പിക്കാൻ വേണ്ടി നടക്കുന്നവരുണ്ടല്ലോ, അവരെ വിജയിക്കൂല. അബ്ദുൽ മലിക് ഖസറൂരി തങ്ങളുടെ വാചകമാണ്, സംശയിപ്പിക്കുന്നവൻ വിജയിക്കൂല. ومن لم يعرف النقص من أوقاته كل أوقاته نقص. സമയം നഷ്ടപ്പെട്ടു പോകുന്നതിനെ കുറിച്ച് അറിവില്ലാത്ത മനുഷ്യന്റെ മുഴു സമയവും നഷ്ടത്തിലാണ്. ഈ തറക്കല്ലിവിടെ നടക്കൂല, തറക്കല്ലിടൂല എന്നൊക്കെ പറഞ്ഞു നടന്നവന്റെ സമയം നഷ്ടമായില്ലേ? ഇനിയും സമയം നഷ്ടപ്പെടുന്നു. സമയം നഷ്ടപ്പെട്ടു പോകുന്നതിനെ കുറിച്ച് ഭയമില്ലാത്തവന്റെ അറിവില്ലാത്തവന്റെ മുഴു സമയവും നഷ്ടത്തിലാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞു കൊടുത്തൊരു വാചകമുണ്ട്, അതൊരു കൊല്ലം കഴിഞ്ഞ് പറഞ്ഞു കൊടുത്തതാണ്. ബുദ്ധിയുള്ളവര് വിവരക്കേട് ചെയ്താൽ മോശമല്ലേ അഹമ്മദേ? ബുദ്ധിയുള്ളവർ വിവരക്കേട് ചെയ്യാൻ പാടില്ല. ബുദ്ധിയുള്ളവർ കണ്ടറിയേണ്ടത് കണ്ടറിയണം, കൊണ്ടറിയേണ്ടത് കൊണ്ടറിയണം. അവർ വിവരക്കേട് ചെയ്യാൻ പാടില്ല. ഡോക്ടർമാര് രോഗികളായി പോയാൽ വളരെ മോശമല്ലേ അഹമ്മദേ? കോഴിക്കോട് ഒരു ആശുപത്രി, ആ ആശുപത്രിയിൽ കുറെ ഡോക്ടർമാർ, മുമ്പ് നല്ല നല്ല ഡോക്ടർമാരുണ്ടായിരുന്നു. പിന്നീട് അവിടുന്ന് കുറെ ഡോക്ടർമാരൊക്കെ അവിടുന്ന് രാജിവെച്ചു പോയി. പറയട്ടെ, പിന്നീട് ആ ആശുപത്രിയിൽ കുറച്ച് ഡോക്ടർമാർ രോഗികൾ ചികിത്സയ്ക്ക് എന്ന് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ആ ആശുപത്രിയിൽ ഒരു ഡോക്ടർക്ക് രക്തം കെട്ടുകയാണ്, വേറൊരു ഡോക്ടർ ഛർദ്ദിക്കുകയാണ്, വേറെ ഡോക്ടർ ബാറ്റിന് പോവുകയാണ്, വേറെ ഡോക്ടർ പനിച്ചു കിടക്കുകയാണ്, മറ്റൊരു ഡോക്ടർ ഗ്ലൂക്കോസ് കൊടുക്കുകയാണ്. ഇങ്ങനെയുള്ള രോഗികളായ ഡോക്ടർമാരിപ്പായി പോയാൽ വളരെ മോശമല്ലേ അഹമ്മദേ? ആ ആശുപത്രിയുടെ 95ാം വാർഷികം നടക്കുകയാണെങ്കിൽ തന്നെ കാര്യമുണ്ടോ സുഹൃത്തുക്കളെ? ഡോക്ടർമാര് രോഗികളായി പോയാൽ 95ാമത്തെ വാർഷികമാണ് ഈ ആശുപത്രിക്ക് നടക്കുന്നത്. പക്ഷേ ഹെൽപ്പുള്ള ആരോഗ്യമുള്ള തിരുവാറുള്ള ഡോക്ടർമാരൊക്കെ അവിടുന്ന് രാജിവെച്ചു പോയെങ്കിൽ പിന്നെ വാർഷികം എത്രയായിട്ടെന്താണ് കാര്യം? ഡോക്ടർമാര് രോഗികളായി പോയാൽ മോശമല്ലാതെ സ്നേഹിക്കുന്ന ആളുകൾ പരസ്പരം അടുക്കേണ്ടതിന് പകരം അകന്നു നിന്ന് പരിവരുത്ത സ്വഭാവം കാണിക്കുന്നത് അവരുണ്ടെങ്കിൽ
ഞാനില്ല, ഞാനതാ അവന്റെ കൂടെ ഇരിക്കില്ല, ആ സുന്നിക്ക് സലാം ചെയ്യില്ല എന്നിങ്ങനെ പറയുന്ന ജഫാവ് കാണിക്കുന്നെങ്കിൽ വളരെ മോശമല്ലേ അഹ്മദേ? ആരിഫീകൾ ഔലിയാക്കൾ നൽകിയ ഉപദേശം ലഭിച്ചതുകൊണ്ടാണ് മഹാനായ അഹ്മദുൽ കബീർ റിഫാഈ റളിയല്ലാഹു അൻഹുവിനെ വളരെ കടുത്ത ആക്ഷേപിച്ചുകൊണ്ടൊരു പണ്ഡിതൻ കത്തയച്ചപ്പോൾ അഹ്മദുൽ കബീർ റിഫാഈ തങ്ങൾ അദ്ദേഹത്തിന് എഴുതിയ മറുപടി എന്താണ്? ഞാൻ വളരെ മോശക്കാരനാണെന്ന് നിങ്ങളുടെ കത്തിൽ ഞാൻ വായിച്ചു, ഞാൻ നന്നാകാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണേ. അതങ്ങ് കേട്ടപ്പോൾ, ആ കത്ത് കണ്ടപ്പോൾ അഹ്മദുൽ കബീർ റിഫാഈ തങ്ങളെ ബറക്കത്തുണ്ട്, ആ കത്തിന്റെ ബറക്കത്തുണ്ട്. ആ അസൂയക്കാരനുമായ പണ്ഡിതൻ തൗബ ചെയ്ത് നന്നായി പോയി. അതുപോലെ അസൂയയുള്ളിൽ നടക്കുന്ന വല്ലവരുമുണ്ടെങ്കിൽ അതിൽ നിന്ന് തൗബ ചെയ്ത് അവരവന്റെ ആഖിറം നഷ്ടപ്പെടുത്താതിരിക്കണമെന്ന് മാത്രം ഈ സമയത്ത് ഉണർത്തി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ റഹ്മാനേ, ആരിഫീകളും ഔലിയാക്കളും സാലിഹീങ്ങളും അയിമ്മത്തും മുജ്തഹിദുകളും ഞങ്ങളുടെ പ്രഗൽഭരായ ഉസ്താദുമാരും ഞങ്ങൾക്ക് കാണിച്ചു തന്ന വഴി പിന്തുടർന്ന് ജീവിച്ച് അവസാനം ആഖിബത്ത് നന്നായി മരിക്കാൻ ഞങ്ങൾക്കും ഞങ്ങളോട് കൂടെ പ്രവർത്തിക്കുന്ന മുഴുവൻ പ്രവർത്തകർക്കും നീ തൗഫീഖ് തരണേ റഹ്മാനേ. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. نجد من
पे लानत कीजिए। दिल करो ठंडा मेरा वो कफे पा चांद सा। പതിനായിരങ്ങളിലെ മഹാസമ്മേളനത്തിൽ സംബന്ധിച്ച് മുഴുവൻ മുഹിദ്ദീങ്ങൾക്കും ഒറ്റവാക്കിൽ നന്ദി പറയുകയും ഈ മഹാസമ്മേളനം അധ്യക്ഷത വഹിച്ചു അലങ്കരിച്ച ബഹുമാന്യരായ മർക്കസ് പ്രസിഡന്റ് സയ്യിദ് അലി ബാഫി തങ്ങൾ അവർക്ക് പ്രാർത്ഥന നൽകി അനുഗ്രഹിച്ച സയ്യിദ് താജുൽ ഉലമ ഉള്ളാൾ അബ്ദുറഹ്മാൻ അൽ ബുഖാരി മഹാനവർകൾക്ക് സയ്യിദ് യൂസുഫുൽ ജീലാനി മഹാനവർകൾക്ക് എല്ലാവർക്കും ഇവിടെ നന്ദി അറിയിക്കുന്നു. മുഖ്യപ്രഭാഷണം നിർവഹിച്ച അഭിവന്യരായ കാന്തപുരം ഉസ്താദ് പേരോട് അബ്ദുറഹ്മാൻ ഖഫാഫി, ഷെയ്ഖ് അഹ്മദ് ഖസറജി, സി എം ഇബ്രാഹിം സാഹിബ് തുടങ്ങി എല്ലാവർക്കും അനേകായിരങ്ങൾ ഈ മഹത്തായ സദസ്സിൽ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി എത്തിച്ചേരുന്നതിന് വേണ്ടിയും കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കുന്നൂരിലും മറ്റു പരിപാടികളിലും വ്യാപൃതരായ ക്ഷീണിതരായ മുഅ്മിനീങ്ങൾ ഇനി പെട്ടെന്ന് റൂമുകളിലേക്ക് തിരിച്ചു പോകണം. അടുത്ത ദിവസങ്ങളിൽ കൊണ്ട് തന്നെ കേരള യാത്രയുടെ ബാക്കി പദ്ധതികൾ പ്രഖ്യാപിക്കപ്പെട്ട ഒട്ടുവളരെ പ്രോഗ്രാമുകൾ പൂർത്തിയാക്കാനുണ്ട്. എല്ലാറ്റിനും അല്ലാഹു ഖബൂൽ നൽകുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, എല്ലാം അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് നമ്മുടെ ഈ വേദി ഇവിടെ തിരിയുകയാണ്. 3 സ്വലാത്തോടുകൂടി ഇവിടെ സമാപിച്ചതായി സൂചിപ്പിക്കുന്നു. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. قرب الأمنيات كلما يزداد بعدا كالنجوم النائرات. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل